ശ്രീജിത് പണിക്കർ, ഇതിൽ പാർട്ടി എടുത്തിരിക്കുന്ന ഒരു നിലപാട് അത് പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഇതൊരു കുടുംബ പ്രശ്നം എന്ന രീതിയിലാണ് പാർട്ടി കാണുന്നത്. അതൊരു സേഫ് ആയിട്ട് തന്നെ പാർട്ടി എടുത്തിരിക്കുന്ന ഒരു നിലപാടാണല്ലോ. പക്ഷെ ഇവിടെ മൃതദേഹം ആശുപത്രിക്ക് വിട്ടുകൊടുക്കാമെന്നും അത് പഠന ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാമെന്നുമുള്ള അന്തിമ തീരുമാനമെടുത്തിരിക്കുന്ന പാർട്ടിയാണ്. അത് കുടുംബാംഗങ്ങളോട് ആലോചിച്ചാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചു എന്ന് പറയുന്ന കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു എതിർപ്പ് ഉടൻ തന്നെ വരുന്നത്. അത് പക്ഷേ പാർട്ടി കണ്ടില്ലെന്ന് നടിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഇന്ന് ഇത്തരത്തിലുള്ള നമുക്ക് ആർക്കും യോജിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ടൗൺ ഹാളിൽ നടന്നത് എറണാകുളത്ത്? ശ്രീ മഞ്ജുഷ്, ഈ കാര്യത്തിൽ പാർട്ടിക്ക് പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തം ഇല്ല എന്ന രീതിയിലത്തേക്ക് കൈകഴുകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ താഴെ തട്ടിലുള്ള പ്രവർത്തകനാണെങ്കിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണെങ്കിലും അദ്ദേഹത്തിന്റെ ദേഹവിയോഗം ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് പാർട്ടിയുടെ ചിട്ടകൾക്കനുസരിച്ച് തന്നെയാണ് അതിന്റെ എല്ലാ ക്രമീകരണങ്ങളും നടത്തുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള നിരവധി മുന്നൊരുക്കങ്ങൾ, അതിപ്പോ റെഡ് വോളണ്ടിയേഴ്സിനെ ഉപയോഗിച്ചിട്ടാണെങ്കിലും അവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചൊക്കെ ആണെങ്കിലും സഖാവ് ലോറൻസിന്റെ കാര്യത്തിൽ നമ്മളവിടെ കണ്ടതാണ്. അപ്പോ എന്താണ് അതിന്റെ ഒരു അന്തിമ കർമ്മങ്ങൾ നടത്തുന്നത്, ഏത് രീതിയിലാണ്, മൃതശരീരം മറവ് ചെയ്യുന്നുണ്ടോ അതോ അത് കൈമാറ്റം ചെയ്യുകയാണോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബവുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം ആ ഒരു കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കുകയായിരുന്നു പാർട്ടി ഇവിടെ ചെയ്യേണ്ടത്. കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ 4 മക്കളിൽ 3 പേർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരെല്ലാവരും തന്നെ പ്രായപൂർത്തിയായ മുതിർന്ന ആൾക്കാരാണ്. അവരോട് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കാമായിരുന്നു പാർട്ടിക്ക്. അങ്ങനെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ചോദിച്ചതിന് ശേഷം അതിൽ ഒരു ഐക്യരൂപമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മൃതദേഹം പഠനത്തിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ കോളേജിന് കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്യാമായിരുന്നു. നേരെ മറിച്ച് ഇക്കാര്യത്തിൽ അവരെല്ലാവരോടും കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ? ശ്രീമതി ആശാ ലോറൻസിന്റെ അഭിപ്രായം നേരത്തെയും ഇത് തന്നെയായിരുന്നു. അപ്പൊ അത് അവർ പരസ്യമായി പ്രകടിപ്പിച്ചതിന് ശേഷവും ആ കാര്യത്തിൽ CPM അവരോട് ബന്ധപ്പെട്ടിട്ടുണ്ടോ, അവരുടെ അഭിപ്രായത്തിന് വിലമതിച്ചിട്ടുണ്ടോ, ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ ചടങ്ങുകളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുകയും മൃതശരീരം മറവ് ചെയ്യണോ അതോ പഠനത്തിന് വേണ്ടി കൊടുക്കണോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് മക്കളെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ഇപ്പൊ നമുക്കറിയാവുന്നതുപോലെ പറയുന്നുണ്ടല്ലോ ഇപ്പോൾ ശ്രീമതി ആശാ ലോറൻസ് പറയുന്നത് അവരുടെ അഭിപ്രായം കേട്ടിട്ടില്ല എന്നാണ്. പക്ഷെ അതിന് പാർട്ടി പറയുന്ന വിശദീകരണം എന്ന് പറയുമ്പോൾ അത് ആശാ ലോറൻസിന്റെ സഹോദരനായിട്ടുള്ള എം എൽ സജീവൻ പറയുന്ന ഒരു വിശദീകരണം കൂടിയാണല്ലോ. അദ്ദേഹം പറയുന്നത് അവിടെ ഈ BJP-യുടെയും RSSന്റെയും ചില രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചത്. അതായത് മൃതദേഹം പള്ളിയിൽ അടക്കം ചെയ്യേണ്ടതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ഉന്നയിക്കപ്പെട്ടത് തന്നെ ആശാ ലോറൻസ് വഴിയാണെങ്കിൽ കൂടിയും അതിന് പിന്നിൽ രാഷ്ട്രീയമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ്. പാർട്ടി ഔദ്യോഗികമായിട്ട് ഇത് കൂടുതൽ വ്യക്തതയോടെ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും വരികൾക്കിടയിലൂടെ അങ്ങനെ തന്നെയാണ് പാർട്ടിയും ഉദ്ദേശിക്കുന്നത്. അല്ല, അതൊരു തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ്. കാരണം അവിടെ രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മരണം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഏത് രീതിയിൽ മറവ് ചെയ്യണം അല്ലെങ്കിൽ പിന്നീട് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ആഗ്രഹം എന്താണോ അതിനാണ് പ്രാഥമികമായിട്ടുള്ള പരിഗണന ഉണ്ടാകേണ്ടത്. അപ്പൊ ഈ വിഷയത്തിൽ സഖാവ് ലോറൻസ് എവിടെയെങ്കിലും പരസ്യമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടോ, അദ്ദേഹം ഇത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ, അദ്ദേഹം മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രസക്തമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മക്കളിൽ ആരെങ്കിലും 1-2 പേർ വന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ആ 2 പേർ മാത്രം എടുക്കുന്ന ഒരു തീരുമാനത്തിനോടൊപ്പം നിലയുറപ്പിക്കുക എന്നും അതിനെ എതിർക്കുന്ന എല്ലാവരും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് എതിർക്കുക എന്നും പറയുന്നത് തെറ്റാണ്. കാരണം സഖാവ് ലോറൻസിന് രാഷ്ട്രീയമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മകന് രാഷ്ട്രീയമുണ്ട്. സഖാവ് ലോറൻസിന്റെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിക്കും ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയുള്ള ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ അവർക്ക് അവരുടെ അച്ഛനുമായി ബന്ധപ്പെട്ട വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നത്തിനെ ആ രീതിയിലത്തേക്കൊക്കെ തന്നെ അത് കുറച്ചു കാണുന്നതിന് വേണ്ടിയിട്ട് കുടുംബാംഗങ്ങളോ പാർട്ടിയോ ശ്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഇതിൽ എന്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം? നിയമപ്രകാരം നോക്കിയാൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ ആഗ്രഹം എന്തായിരുന്നോ അതിനനുസരിച്ച് അന്ത്യകർമ്മങ്ങൾ ചെയ്യണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ചർച്ച ചെയ്തിരിക്കുന്ന കേരള അനാട്ടമി ആക്ട് എന്താണോ അതിൽ പറയുന്നത് പ്രകാരമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഡിസ്പ്യൂട്ട് അവിടെ ഉണ്ടാകുന്നു. ആ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ തന്നെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോ ശ്രീമതി ആശാ ലോറൻസ് അവിടേക്ക് എത്തുന്ന സമയത്ത് വേണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ തന്നെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നുകൊണ്ട് അവരുടേത് അമിത അല്ലെങ്കിൽ അധിക വികാര പ്രകടനമായിരുന്നു എന്ന് വേണമെങ്കിൽ വിമർശിക്കാം. പക്ഷേ ഇത് അവരുടെ അച്ഛനാണ്,
അവരുടെ അച്ഛന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഒരു ഫ്യൂണറലാണ് വേണ്ടത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു വ്യൂ ആ മകൾക്കുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. നേരത്തെ ശ്രീ ജയരാജ് പറഞ്ഞതുപോലെ വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ മൊത്തത്തിലുള്ള ശരിതെറ്റുകളാണോ എന്നൊന്നും തന്നെ നമ്മൾ ആരും തന്നെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, അത് ബന്ധുക്കളായിക്കോട്ടെ, പാർട്ടിക്കാരായിക്കോട്ടെ, ഇവരൊക്കെ ഏത് രീതിയിലാണ് സംയമനം കാണിക്കേണ്ടിയിരുന്നത്, ഏത് രീതിയിലാണ് പെരുമാറേണ്ടിയിരുന്നത് എന്നുള്ളത് പ്രസക്തമാണ്. നമ്മൾ ഒന്ന് ആലോചിക്കണം. വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നം, അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. ഒപ്പം നിങ്ങൾ ഏറ്റവും ഈ പറയുന്നത് പോലെ പാർട്ടിയുടെ ഏറ്റവും വിധേയനായി പ്രവർത്തിച്ചു എന്ന് അല്പം മുമ്പ് ശ്രീ ജയരാജ് പറഞ്ഞതുപോലെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തിമ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണമായിരുന്നോ? ഈ മകളുടെ മകനെ അവിടെ കയ്യേറ്റം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? അതൊക്കെ ഒഴിവാക്കാമായിരുന്നു. അപ്പോ ഒരാളിന്റെ മരണത്തിലും ഒരു കുടുംബത്തിന്റെ മാത്രമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ അവരുടേതായിട്ടുള്ള ഒരു വൈകാരിക പ്രകടനം ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഒരു രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടിയിട്ടോ ഒരു സ്കോർ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതിൽ RSS BJP തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് അപക്വമായിട്ടുള്ള കാര്യമാണ്, അധമമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് എന്താണ്? ഇപ്പൊ കോടതി വളരെ കൃത്യമായ രീതിയിലത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ആ ഭൗതിക ശരീരം കേടുകൂടാതെ സംരക്ഷിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രയർ പ്രാഥമികമായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കോടതി തന്നെ പറയുന്നുണ്ട്, ഇത് പഠനത്തിന് വേണ്ടിയിട്ടുള്ള കൈമാറ്റം എന്ന രീതിയിലത്തേക്ക് കരുതേണ്ട, പഠനത്തിന് വേണ്ടിയിട്ട് തൽക്കാലം വിടുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആക്ടിനനുസരിച്ച് അതിൽ ഒരു അതോറിറ്റി ആയിട്ടുള്ള ഒരു ഓതറൈസിംഗ് ഓഫീസർ ഉണ്ട്. ആ ഓഫീസർ തീരുമാനിക്കട്ടെ. അപ്പൊ ആ ഓഫീസർ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് ശരിക്കും പഠനത്തിനായിട്ടല്ല നൽകിയിരിക്കുന്നത്, പകരം അത് മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പക്ഷേ ടൗൺ ഹാളിൽ കണ്ടത് ഞങ്ങളുടെ വിജയമാണ് എന്ന രീതിയിൽ അവിടെ ഈ മകളെ തള്ളി മാറ്റിക്കൊണ്ട് മൃതദേഹവുമായി പോകുവാനുള്ള ഒരു ധൃതി, അതൊക്കെയാണ് ഇതിൽ ഈ പാർട്ടിയുടെ ഇടപെടൽ എന്ന രീതിയിലുള്ള സംശയം കൂടുതലായിട്ടും ഉയർത്തുന്നത്, അല്ലേ? അത് എനിക്കങ്ങനെ തോന്നിയതാണ്. ശ്രീത് എങ്ങനെയാണ് അറിയില്ല. ഞാൻ പറയുന്നത് ഇതൊരു എന്താ, നമ്മൾ മറ്റൊരു സ്ഥലത്തുണ്ടാകുന്ന, നമ്മളിപ്പോ ഈ രക്ഷാപ്രവർത്തനം എന്ന രീതിയിലത്തേക്കൊക്കെ കാണുന്ന രീതിയിലത്തേക്ക് രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ തമ്മിലുള്ള സ്കോർ സെറ്റിൽ ചെയ്യേണ്ടുന്ന ഒരു സന്ദർഭമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സഖാവ് ലോറൻസിനെ എത്രത്തോളമാണോ CPM-ന് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ CPM-ന് വേണ്ടിയിരുന്നത്, അതിനേക്കാൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മക്കൾക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട്. ആ മക്കൾക്ക് തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത് ശ്രീ ലോറൻസിന് വേണ്ടി ആ കാര്യം അവർ സംസാരിച്ച് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അവരെ കൊണ്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക്, ഒരു കൺസെൻസസിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ. അതിന് അവർ ശ്രമിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്ന സമയത്ത് അതിൽ കയ്യേറ്റത്തിന് വേണ്ടിയിട്ടോ മറ്റ് വികാരപരമായിട്ടുള്ള അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചില സീനുകൾ വികാരപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുക എന്നതിനായിരുന്നു പ്രാധാന്യം എന്നുള്ളത് ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശ്രീ ലോറൻസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദേഹം വിട്ടുപിരിഞ്ഞ ശ്രീ ലോറൻസിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തിന് മേലുള്ള അവകാശം ഒരിക്കലും ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ പാർട്ടിയുടേതായിട്ടുള്ള വക്താക്കൾക്കോ ഒന്നും തന്നെ ഒരിക്കലും ആ ഒരു അധികാരം കൈപ്പറ്റാനായിട്ട് സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഏറ്റവും സംയമനത്തോടു കൂടി പെരുമാറേണ്ടിയിരുന്ന ഒരു ഘട്ടത്തിൽ അത് വളരെ മോശമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം ഇങ്ങനെ അലങ്കോലമാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും സഭാ തർക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിത് കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഇത്തരത്തിൽ ശവശരീരങ്ങളെ വെച്ചുകൊണ്ട് വിലപേശലുകൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വക്താക്കൾ ഉൾപ്പെടെ ഈ പ്രവണത അവസാനിപ്പിക്കണമെന്ന് നമ്മളോടൊപ്പം തന്നെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പറയുന്നത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ആ കുടുംബത്തിലുണ്ട് എന്ന്, അല്ലെങ്കിൽ അത് കോടതിയിലേക്ക് പോയി എന്ന്, കോടതി ഒരു അഭിപ്രായം പറഞ്ഞുവെന്ന് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവിടെ സംയമനത്തിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ശ്രമിച്ചില്ല? അവരെ സമാധാനപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടോ, ഞങ്ങളിത് ഇങ്ങനെ ശരീരം എന്തെങ്കിലും രീതിയിലുള്ള ഒരു അവകാശം സ്ഥാപിക്കുകയല്ല, നേരെ മറിച്ച് കോടതിയുടെ ഉത്തരവ് കംപ്ലൈ ചെയ്യുക മാത്രമാണ് എന്ന രീതിയിലത്തേക്കൊക്കെ ഇങ്ങനെ വികാരത്തിന് അടിപ്പെട്ട് നിൽക്കുന്ന ഒരാളിനോട് പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം ഈ രീതിയിലത്തേക്കുള്ള ഒരു സംഘർഷത്തിലേക്ക് പോവുക എന്നുള്ളത് തെറ്റാണ്. തന്നെയുമല്ല, അദ്ദേഹത്തിനോട് കാണിക്കേണ്ടുന്ന ബഹുമാനം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട് കാണിക്കണമായിരുന്നു. ഒരു സ്ത്രീ എന്ന രീതിയിലുള്ള ഒരു അധിക പരിഗണന അവിടെ അർഹിക്കുന്നുണ്ടായിരുന്നു. അതിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഉത്തരവ് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ പരിഗണിക്കേണ്ടതായിരുന്നു. അതൊന്നും തന്നെ നമ്മളവിടെ കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എന്തിനാണ് ആ രീതിയിലുള്ള സീൻ ക്രിയേറ്റ് ചെയ്തത് CPM-ന്റെ അണികൾ? അത്